ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട് നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാനായിട്ട് വരികയുണ്ടായി. അവൻ്റെ മനസ്സ് തകർന്നിട്ടാണ് വരിക. ഒത്തിരി സങ്കടങ്ങളായിട്ട് അവൻ ജീവിക്കണേ. 18 വയസ്സായി, ഒരു ജോലിയില്ല, വല്ലാത്ത വിഷമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. അവനിങ്ങനെ കരയാൻ എൻ്റെ മുമ്പിൽ. 28 വയസ്സായിട്ട് ഒരു ജോലി കിട്ടിയിട്ടില്ല, നന്നായിട്ട് പഠിച്ചിറക്കി ഇറങ്ങിയതാ, ഒത്തിരി ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്. അവൻ്റെ ആഗ്രഹത്തിനൊത്ത് ഒരു ജോലി കിട്ടണില്ല. വല്ലാതെ സങ്കടപ്പെട്ട് ഓരോ ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. അവൻ വളരെ ദൂരെ നിന്ന് എന്നെ കാണാനായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ എന്തിനെങ്ങനെ ഒരു ജീവിതം, മരിച്ചാൽ മതി, ആർക്കെന്നെ വേണ്ട, ആർക്കെന്നെ ഇഷ്ടമല്ല, ആർക്കെന്നോട് സ്നേഹവുമില്ല. എനിക്ക് കേട്ടുകഴിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. കാരണം 28 വയസ്സായിട്ട് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമോ കൃപയോ ഒന്നും ഇല്ലയെന്ന് അവൻ പറയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എനിക്ക്. അവൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ തേങ്ങി കരയുക. വിവാഹം നടന്നിട്ടില്ല, വീട്ടുകാർ കുറ്റപ്പെടുത്തുന്നു, ജോലിയൊന്നും ആയിട്ടില്ല, പഠിച്ചതിൻ്റെ കടങ്ങൾ ബാക്കി നിൽക്കുന്നു, ഒത്തിരി പ്രശ്നങ്ങൾ വെച്ചാൽ ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പനമ്മയാണെങ്കിൽ നിരന്തരം ഇങ്ങനെ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ചോദിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ അവരിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, വല്ലാതെ സങ്കടപ്പെടുന്നൊരവസ്ഥ. ഞാൻ അവനോടിങ്ങനെ ഒത്തിരി നേരം അവൻ്റെ സങ്കടങ്ങൾ എനിക്ക് കേട്ടിരുന്നു. ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ, മോനെ നീ വിഷമിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. എനിക്കത് മാത്രമേ അവനോട് പറയാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റണില്ല. അവൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചിറങ്ങി ദേവാലയത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിന് മാത്രം എന്താ വെച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നത്. മനസ്സ് തകർന്നു പോയ ഒരു ചെറുപ്പക്കാരൻ, ആത്മഹത്യ മാത്രമേ ഇനി ശരണമുള്ളൂ. 28 വയസ്സായി, ഒരു ജോലി, ആൾക്കാരെ നോക്കിക്കഴിയുമ്പോൾ, വീട്ടുകാരെ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ വീടിനെ രക്ഷിക്കേണ്ടതൊക്കെ ഞാനാണ്, എൻ്റെ അപ്പൻ്റെ കൂലിപ്പണി, ഇതൊക്കെ നിൽക്കുന്നുണ്ട് അവൻ്റെ മുമ്പിൽ. പക്ഷേ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ മനസ്സ് തകർന്ന അവസ്ഥയുമായിട്ട് അവനെൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അവനോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മോനെ ദൈവമുണ്ട്, ദൈവം കാക്കും, ദൈവം സ്നേഹിക്കും, ദൈവം ചേർത്ത് പിടിക്കും. അതൊന്നും അവൻ്റെ മനസ്സിൽ കയറണില്ല. അവസാനം ഞാനിങ്ങനെ ബൈബിൾ എടുത്തിട്ട്, എടാ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ കരങ്ങൾ എൻ്റെ ബൈബിളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞാനോട് പറഞ്ഞു, എടാ നമുക്ക് ബൈബിൾ തുറന്നൊന്ന് വായിക്കാം. അങ്ങനെ ബൈബിൾ തുറന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ കിട്ടിയൊരു വചനം എന്താണെന്നറിയോ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം, അതിൽ 31-ാമത്തെ ഒരു വചനമുണ്ട്. വളരെ സുന്ദരമായൊരു വചന. ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞൊരു വചനം, ആ വചനം ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഈ വചനം നീ പറഞ്ഞ് പ്രാർത്ഥിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവൻ എൻ്റെ അടുത്ത് വരിക. ഒത്തിരി സ്ഥലത്ത് ഇനി ഇൻ്റർവ്യൂവിന് പോയിട്ട് അവൻ്റെ ബയോഡാറ്റ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ജോലി കിട്ടാൻ. പക്ഷെ ചിലയിടത്തൊക്കെ കിട്ടണില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, എടാ മോനെ ഈ വചനം എടുത്ത് നീ പ്രാർത്ഥിക്കണം. ഞാൻ അവന് കൊടുത്തൊരു വചനം ഏതെന്നറിയോ? യെശയ്യാ 40:31. ഞാൻ എടുത്ത് വായിച്ച വചനവും ഭാഗവും അത് തന്നെയായിരുന്നു. അവന് വേണ്ടി തമ്പുരാൻ കൊടുത്തൊരു വചനമാണെന്ന് എനിക്ക് തോന്നുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒത്തിരിയേറെ മാനസികമായിട്ട് തകർന്നവരായിരിക്കാം. പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു, ഒന്നും ശരിയാകുന്നില്ല. ഒത്തിരി സങ്കടങ്ങൾ, ഒത്തിരി വേദനകൾ, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജോലി കിട്ടണില്ല, പഠിച്ചിറങ്ങി പക്ഷെ ഒന്നും ആകുന്നില്ല, വിവാഹം നടക്കുന്നില്ല. പലവിധ സങ്കടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വചനം ഏതെന്നറിയോ? ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. ആ വചനം ഇങ്ങനെ എഴുതി വെച്ചേക്കാം ഞാൻ, കാരണം എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നി അവനോടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. വചനം എങ്ങനെയാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. വളരെ സുന്ദരമാണ് ആ വചനം. ഒന്നുകൂടി അച്ഛൻ പറയാം. യെശയ്യാ 40:31. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. എന്തൊക്കെ തകർച്ചകളുണ്ടോ, ഏതൊക്കെ വേദനകളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടോ, ഒത്തിരിയേറെ കടബാധ്യതകളുണ്ടോ, രോഗങ്ങളുണ്ടോ, എന്തുണ്ടായിക്കോട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കുന്ന പറയണേ. അവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരും. ചിലപ്പോൾ പരുന്തൊക്കെ താഴ്ന്നു പറക്കാറുണ്ട്, ഉയർന്നു പറക്കാറുണ്ട്. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പരുന്തിനെ പോലെ എന്നെ പറപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് എപ്പോഴും ഓർക്കണം.
ഓടിയാലും ക്ഷീണിക്കാത്ത വണ്ണം എന്നെ കാക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ചിന്തിക്കണം. ഞാൻ അവനത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഒത്തിരി നന്ദി, വളരെ ആശ്വാസം തോന്നി. അവൻ്റെ സങ്കടങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വചനം ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ, മോനെ നീ ആ വചനം എടുത്ത് പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, പറ്റുമെങ്കിൽ നീ അത് ഉരുവിട്ടുകൊണ്ട് പോവുക. കഴിഞ്ഞ ദിവസം എനിക്ക് സന്തോഷം തോന്നാൻ കാരണം, ഞാനിത് പ്രസംഗിക്കാൻ കാരണം തന്നെ കഴിഞ്ഞ ദിവസം അവൻ വിളിച്ചു എന്നെ, അച്ഛാ ഒത്തിരി സന്തോഷം, ഞാൻ പോയ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സ്ഥലത്ത് എന്നെ വിളിച്ചിട്ടുണ്ട്, അത് മിക്കവാറും കിട്ടുമെന്നാണ് എനിക്ക് തോന്നണേ, അച്ഛനെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവനൊരു കാര്യം കൂടി പറഞ്ഞു. അവൻ എന്നോട് ഫോൺ വിളിച്ചപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ സംസാരിച്ചത് ഈ വചന. എനിക്കത് സന്തോഷം തോന്നി. അവൻ ആ വചനം കാണാപ്പടം പഠിച്ചേക്കാം. എന്നിട്ട് അവൻ ഫോൺ വിളിച്ച വഴി എന്നോട് സംസാരിച്ചത്, ജിനു അച്ഛനല്ലേ, അച്ഛൻ സുഖമാണെന്ന് വെച്ചിട്ട് ആദ്യമേ പറഞ്ഞത് ഈ വചന, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കച്ച, അവർ പരുന്തിനെ പോലെ ചെറുകടിച്ചുയരച്ച, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. അത് ഉറപ്പച്ച. കാരണം എനിക്ക് ഇൻ്റർവ്യൂവിനെ വിളിച്ചിട്ടുണ്ട്, ജോലി ഏകദേശം ശരിയായിട്ടുണ്ട്, ആ പോയ ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട് അച്ഛാ. എനിക്ക് സന്തോഷം തോന്നി, അവൻ്റെ ജോലി ഏകദേശം സ്ഥിരമാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, കർത്താവിൽ ആശ്രയിക്കണം. നമുക്ക് ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എത്ര പരിശ്രമിച്ചിട്ട് രക്ഷപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വേദന തോന്നും. ശരിയാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, ദൈവമൊന്നുമല്ല. മനസ്സിന് നല്ല മുറിവ് തോന്നും, വേദന തോന്നും, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും തകർച്ചയുണ്ടാകില്ലെന്ന വചനം പറയണേ. വചനത്തിൽ വിശ്വസിക്കാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അത് സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയേ, സത്യം അത്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നിൻ്റെ മനസ്സിന് തകർച്ചയാണോ? നിൻ്റെ മനസ്സിന് ഒത്തിരിയേറെ വേദനയാണോ? മനസ്സ് തകർന്നവനാണോ നീ? ഓർത്തോളണം, കർത്താവിനെ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ സങ്കടം ഉണ്ടെങ്കിലും, എന്തൊക്കെ വേദന ഉണ്ടെങ്കിലും കർത്താവിനെ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. പത്രോസ് 1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നില്ലേ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ തമ്പുരാൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ തമ്പുരാനാ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും, മനസ്സിന് വിഷമമുണ്ടോ അച്ഛാ, 3 വചനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ വചനം എടുത്തു വെച്ചൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എടുത്തു വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. മനസ്സിന് തകർന്ന ഒരവസ്ഥയാണോ? വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്, ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയാണോ? ഒത്തിരിയേറെ വിഷമങ്ങളാണോ ജീവിതത്തിലുള്ളത്? ഒന്നും ചെയ്തിട്ട് ശരിയാവണില്ലേ? ഈ 3 വചനങ്ങൾ ഓർക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അത് മനസ്സിലൊരുവിട്ടുകൊണ്ടിരിക്കണം. ആ വചനത്തിൽ ഒത്തിരിയേറെ ശക്തിയുണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ മനസ്സിൻ്റെ തകർച്ചകളെ കളയാൻ, നമ്മുടെ വേദനകൾ അകറ്റാനൊക്കെ ആ വചനത്തിന് ഒത്തിരി ശക്തിയുണ്ട്. അതുപോലെ തന്നെ ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം തിരുവചനം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ തമ്പുരാനെ, എൻ്റെ ആവശ്യം നീ ഒന്ന് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കണം. രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ 3-ാമത്തെ വചനം 1 പത്രോസ് 5:6, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം വളരെ ആശ്വാസം നൽകുന്നൊരു വചനമാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം, നിങ്ങളുടെ വേദനകളെല്ലാം, നിങ്ങളുടെ മനസ്സിൻ്റെ തകർച്ചകളെല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കുക, ഈശോയിൽ ഏൽപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായൊരു തമ്പുരാന്. അതുകൊണ്ട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോട് ഞാൻ പറയാം, തമ്പുരാൻ്റെ മുമ്പിലേക്ക് കൊടുക്കണത്, ആ വേദന കൊടുക്കണം, ആ സങ്കടം കൊടുക്കണം. ജോലിയുടെ പ്രശ്നമാണോ, വിവാഹം നടക്കാത്തതിൻ്റെ സങ്കടമാണോ, വിസയുടെ തടസ്സങ്ങളാണോ, പരീക്ഷ പാസ്സാകാത്തതാണോ, എന്തോ ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുക. മനസ്സ് തകർന്നു പോകുന്നൊരവസ്ഥയിൽ എന്നെ കാക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ചിന്തിക്കുക. മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ആ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക, കരയുക, ദൈവം ആശ്വസിപ്പിക്കും. ഇന്ന് ആ മകനെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയാം. ഒത്തിരി മക്കൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് തകർന്നു പോകുമ്പോൾ ചിന്തിക്കുക, കർത്താവിൽ ആശ്രയിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ, പരുന്തിനെ പോലെ ചിറകടിച്ചുയരും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, അവർ ഓടിയാലും ക്ഷീണിക്കില്ല. ദൈവം കൂടെയുള്ളവൻ ക്ഷീണിക്കില്ല. ദൈവം കൂടെയുള്ളവൻ ഒരിക്കലും തകർന്നു പോകില്ല. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവർ, ഏത് സംഘർഷാവസ്ഥയിലും ഏത് വേദനയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാകാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.